ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെയല്ല, നമ്മളെ അടുത്തുള്ള പാർക്കാണ് കേട്ടോ, അജ്മാൻ ലേഡീസ് പാർക്ക്. ഇത് ഒരിക്കൽ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിനേനു. ഒരു 3-4 മാസമായിട്ട് നമ്മളിവിടെ പോവാണ്ട്. അങ്ങനെ ഇന്ന് ഇവർ ഭയങ്കര ചൊറയ റൂമിൽ ഇരുന്നിട്ട്, അപ്പോൾ അങ്ങനെ പാർക്കിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ എൻട്രൻസ് പോയിട്ട് ടിക്കറ്റ് എല്ലാം എടുത്ത്, കുട്ടികൾക്ക് ഫ്രീ ആണ്, വലിയ ആൾക്കാർക്ക് 2 ദിർഹംസ് ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ഇതാണ് എൻട്രൻസ്. പിന്നെ അവിടെ 50% ഓഫൊക്കെ ഉണ്ട്. അതിങ്ങനെ ട്യൂസ്ഡേ തേഴ്സ്ഡേ മാത്രമേ. നമ്മൾ പോയത് സൺഡേ ആണ് കേട്ടോ, അപ്പോൾ നമുക്ക് അറിയില്ല, ഇങ്ങനെ ഓഫറുള്ള കാര്യം അറിയില്ലേനു. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായേ. ഇങ്ങനെയൊന്നല്ല അന്ന് ആ ഷോപ്സ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അങ്ങ് ഉള്ളിലോട്ട് പോയാൽ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഒരു ഷോപ്പ് ഉണ്ടായി. ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഇതെല്ലാം ഇപ്പോൾ പുതിയ വന്നതാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് കാർ റൈഡാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അതാണ് ഇഷ്ടം. ഇവർ പോകുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് അതാണ്, നമുക്ക് കാർ റൈഡ് ആക്കണം, അതിൽ ആദ്യം കയറണം എന്നാണ് ഇവിടുന്ന് നമ്മൾ റൂമിൽ നിന്ന് പറഞ്ഞു പോയേ. പിന്നെ ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇന്ന് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഓരോരോ സമയത്ത് വരുമ്പോൾ നമ്മളിവിടെ 2-3 പ്രാവശ്യം വന്നിന്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ടും വലിയ തിരക്കും കാര്യമൊന്നും കാണുന്നില്ല. അങ്ങനെ ഇവർ കാറിലൊക്കെ കയറി ഇരുന്നു കേട്ടോ. ഇതെങ്ങനെ 10 മിനിറ്റ്സിനായിട്ട് 5 ദിർഹംസ് ആണ്. നല്ല രസം. പിന്നെ ഇവർക്ക് ഇത് ഒറ്റയ്ക്ക് ഓട്ടാൻ കഴിയില്ല കേട്ടോ, വലിയ ഒരാളെ ഇരിക്കണം ഓരോരുത്തരും. അപ്പോൾ പക്ഷെ ഇവർ ഒറ്റയ്ക്ക് തന്നെ ഓട്ടണം എന്ന് പറഞ്ഞിട്ടാണ് 2 കയറി ഇരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാറിൽ നമ്മളപ്പോൾ ഓരോരാൾ ഇരുന്നിട്ടാണ് നമ്മൾ റൈഡാക്കിയത്. പിന്നെ എന്തെങ്കിലും ഉള്ളിൽ കുറേ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അയാൾ നമുക്കിങ്ങനെ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെ റിവൽസ് എടുക്കണ്ടേ, ഇങ്ങനെ സ്റ്റാർട്ട് ആക്കണ്ടേ എന്നുള്ള അയാൾ പറഞ്ഞുതരും. എന്നിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പിന്നെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ആവുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാർ റൈഡെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഇവർ ഉള്ളിൽ കുറേ റൈഡ്സ് ഉണ്ട്, അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങ് കയറിയ. പിന്നെ പറഞ്ഞാൽ റിഷാന് ഇഷ്ടം വലിയ സാധനത്തിൽ കളിക്കുന്നതാണ് കേട്ടോ. ഓനിക്ക് അങ്ങനെ വലുതിലിരുന്ന് കളിക്കണം. ഇങ്ങനെ ചെറിയ ആളെന്തെങ്കിലും ഡ്രാഗൺ അങ്ങനത്തെ സംഭവമെല്ലാം കുറേ ഉണ്ട്, പക്ഷെ ചെറുതുണ്ട്. പക്ഷെ ഓനിക്ക് അതൊന്നും വേണ്ട. ഓനിക്ക് ജോയിൻറ്റ് വില്ല് പിന്നെ കൊലംബസ് പോലത്തെ സംഭവത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത്. അമ്മേന് പിന്നെ ഏതിലായാലും ഇരിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏജൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത്ര ചെറിയ കുട്ടികളൊന്നും അവിടെ ഒറ്റയ്ക്ക് ഇരുത്തൂല. പിന്നെ അല്ലെങ്കിൽ ഞാനിരിക്കണം, പക്ഷെ ഞങ്ങൾക്ക് ഒരാളില്ലാണ്ട് ഓൻ്റെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ നമുക്കൊരു പേടിയായിട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളെ ഫാമിലി അവരെല്ലാം നമുക്കിരിക്കാം. പിന്നെ ഹസ്ബൻഡ് ഇതിലൊന്നും ഇരിക്കൂല കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര കുറച്ച് പേടി, ഇങ്ങനത്തെ സംഭവത്തിലൊന്നും കയറൂല. പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ, ഇവരെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്തോ പേടി കേട്ടോ. അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും കഷ്ടകാലത്തിന് ആയാലും വിചാരിച്ച് ഞാൻ കയറിയിട്ടില്ല. അതിലിരുന്ന് 2 കുട്ടികൾ തന്നെ ഭയങ്കരമായിട്ട് കൂക്കുന്നുണ്ട്. അവർ തല പൊക്കുന്നേ ഇല്ല കേട്ടോ. അതാ താത്തയോടുത്ത് തന്നെ വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ട്, ഭയങ്കര കൂക്കലായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഇവരും കൂടി കൂട്ടിയിട്ട് അതിൽ കയറാൻ പേടിയായിട്ട് ഞാൻ കയറിയിട്ടില്ല. ഇവർക്ക് എന്തായാലും അതിൽ കയറണമെന്ന് തന്നെ. പിന്നെ ഒറ്റയ്ക്ക് അതിൽ ഇരുത്തൂലല്ലോ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിലൊന്നും ഓൻ ഇരിക്കൂല. ഓനക്ക് അങ്ങനത്തെ വലുതിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് ബില്ലിലൊന്നും ഒരു കുട്ടികളെ കയറുന്നില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കയറിയിട്ട് എന്താക്കാന്ന് ഞാൻ കയറിയിട്ടില്ല കേട്ടോ അവൻ്റെ ഒപ്പം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു കാർഡ് ഉണ്ട്, അത് വാങ്ങാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഋഷു അതിലും ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് നല്ല രസമുണ്ട്, കുറച്ച് ഇങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല ഫാസ്റ്റ് ഇങ്ങനെ തിരിയുന്നുണ്ട് കേട്ടോ. ഓനിക്ക് അതൊന്നും വേണ്ട, ഓനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഡബിളായിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് കുട്ടികൾ കാർട്ടൂൺ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടും പിന്നെ അതിലൊരു ബ്രേക്ക് വരുന്ന സമയത്ത് അവർ സംസാരിക്കുന്നതും പാട്ട് പാടുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഡബിളായിട്ട് സൗണ്ട് കേൾക്കുന്നത്.
ഋഷി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഒന്നാമത് കൊളംബസിലൊന്നും കയറാൻ വിടായിട്ടും പിന്നെ വാട്ടർ ഗെയിംസിലൊന്നും ഓനെ കയറ്റായിട്ടും ഉള്ള ദേഷ്യത്തിലാണ് കേട്ടോ. നമുക്ക് അറിയില്ലേനു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ അതിലൊന്നും വിടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അത് ഉള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ആടുന്ന് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇവരെ അങ്ങ് കീക്കാന്ന് വിചാരിച്ചതേനു. പിന്നെ നോക്കുമ്പോൾ ആടുന്ന് അത് കിട്ടൂല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അപ്പം അങ്ങനെ അവരെ അതിൽ ഇറങ്ങാൻ വിട്ടിട്ടില്ല. അതിന് ഫുള്ള് ദേഷ്യത്തിൽ ചൂടിലാണ് കേട്ടോ ഒരു രണ്ടാളും. ഋഷുവിനാണ് ഭയങ്കര ഇത്, എന്താണ് അതിലും കളിക്കാൻ പറ്റിയിട്ടില്ല, കൊളംബസിലും കയറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക മറ്റേ എന്തേനു ഇന്നൊരു സംഭവം ഉണ്ടായിട്ടില്ലേ, ജോയിൻറ്റ് വില്ല, ആ ജോയിൻറ്റ് വില്ലിലും കയറാൻ വിട്ടിട്ടില്ല എന്നൊരു ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഓന് വേറെ ഉള്ളതിലൊന്നും ഇരിക്കൂല്ല, ഓനക്ക് അതിൽ തന്നെ ഇരിക്കണം എന്നൊരു വാശിയാണ്. അങ്ങനെ നമ്മൾ ആളൊരു പിസ്സൻ്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങാൻ എന്നിട്ട് അതെല്ലാം വാങ്ങി തിന്ന്. ഒരു വലിയ മൂടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഫേസ് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് ദേഷ്യം പിടിച്ചിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളതെല്ലാം തിന്ന് തിരിച്ച് റൂമിലേക്ക് പോകണ്ട. റൂമിൽ പോകുന്നതിന് മുമ്പായിട്ട് ഹസ്ബൻഡിന് ഇങ്ങനെ ലുലു എക്സ്ചേഞ്ച് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ കുറച്ച് വേഗം തന്നെ കീന കേട്ടോ. അവിടെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി. അങ്ങനെ അടുത്ത ഇന്നത്തെ വൈബൊക്കെ കഴിഞ്ഞ് ഇത്രയും ഉണ്ടായിട്ടില്ലോ. ഋഷി ഭയങ്കര സങ്കടത്തിൽ ദേഷ്യത്തിലാണ് കേട്ടോ പുറത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രാവശ്യം വരിക, എന്നിട്ട് അതിൽ കയറ്റാന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അവനെ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും.